എല്ലാവർക്കും നമസ്കാരം. ഏഴാന്തരം ഹിന്ദി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, സ്ക്രീനിൽ കാണുന്ന ഈ പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. കവിത ബയാ ഹമാരി ചിടിയാ റാണി, മഹാദേവി വർമ്മ. കഹാനി ബാരിഷ് കെ ബാദ്, കനക ശശി. जन्नत के बच्चे फिल्मी लेख, विवेक मेहता. कहानी तुम जियो हज़ारों साल, साल के दिन हो 50,000, शिराज हुसैन. बया हमारी चिड़िया रानी, बारिश के बाद, जन्नत के बच्चे, तुम जियो हज़ारों साल, साल के दिन हो 50,000. ഈ പാഠഭാഗങ്ങൾ നന്നായി വായിക്കണം. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ബാരിഷ് കെ ബാദ് എഴുതിയത് കനകശശി. കഹാനിയാണ്, കഥയാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചേരുമ്പെടുക്കാൻ വന്നാൽ ഇങ്ങനെ തന്നിട്ട് ശരിയായവ യോജിപ്പിച്ചെഴുതാൻ വന്നേക്കാം. चिंटा पानी में तैरकर टहनी पर आ गई. लाल काला कीड़ा पत्ते के नाव के नीचे दिखाई पड़ा. गुड्डू और गुडली उल्टी बहती नाव के पीछे भागे. केंचुआ पानी के अंदर चला गया. നന്നായി വായിക്കണം, പലതവണ വായിക്കുക. ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. ഇവിടെ ടിക്കറ്റ് ഇട്ടുണ്ട്. बच्चे दोस्ती में मस्त रहते हैं, सही. पत्ते की नाव पलट जाती है, सही. गोकुल गाय बरसाती मौसम में दिखती है, सही. ഈ 3 വാക്യങ്ങളാണ് ശരിയായ വാക്യങ്ങൾ. എന്നോട് കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ, വിശേഷണ പദങ്ങൾ ഏതാണെന്ന് നോക്കാം. ഗീലി മിട്ടി, गीली मिट्टी, लाल काला कीड़ा, पत्ते की नाव, बरसाती नाले, ചോട്ടാ മേണ്ടക്, കാലാമുഖ്. അടിവരയിട്ട പദങ്ങളാണ് വിശേഷൺ പദങ്ങൾ. ഗീലി, ലാൽ കാല, പത്തേക്കി, ബർസാത്തി, ചോട്ടാ, കാല. ഇങ്ങനെ ഡയറി ചോദിച്ചാൽ ഇവിടെ ഗുഡ്ഡു കി ഡയറി ലിഖിയും. ഡയറി വരാൻ സാധ്യതയുണ്ട്. നന്നായി വായിക്കണം എല്ലാവരും. ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താരീഖ് എഴുതിയിരിക്കണം. താരീഖ് आज का दिन मैं भूल नहीं सकता. आज बारिश के बाद मैं और गुडली नाले में खेलने गए. हमने नाव बनाई, लेकिन मेंढक ने छलांग लगा दी और नाव पलट गई. फिर हमने गोकुल गाय देखी और मजाक किया. भागदौड़ में मैं कीचड़ में गिर गया, लेकिन हम दोनों हंसने लगे. ഈ ഡയറി വരാൻ സാധ്യത കൂടുതലാണ്. നന്നായി വായിക്കണം, പലതവണ വായിക്കണം. അടുത്ത പാഠം. തും ജിയോ ഹസാറോം സാൽ, साल के दिन हो 50,000, സിറാസ് ഹുസൈൻ. കഹാനി ആജ് പാറു കാ ജന്മദിൻ ഹെ. അതുമായി ബന്ധപ്പെട്ട് ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാൻ ചോദിച്ചാൽ, ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കാൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതേണ്ടത്: പാറു ഹമാരി ഗുഡിയ റാണി, സദാ മുസ്കുരാती रहो ऐसे ही तुम, जन्मदिन की हार्दिक शुभकामनाएं, 25 सितंबर, प्यार के साथ, सहेलियाँ, कक्षा 7A. ജന്മദിന കാർഡ് എഴുതി പഠിക്കുക. കഹാനി കെ ആധാർ പർ താലിക മേ സഹി യാ ഗലത് ജഗഹ്. തെറ്റേതാണ് ശരി ഏതാണെന്ന് പ്രസ്താവന നമുക്ക് നോക്കാം. ബർത്ത്ഡേ കാർഡ് ബഹുത് സുന്ദർ ഥാ, ശരിയാണ്. ബർത്ത്ഡേ കാർഡ് പർ ഷേർ ലിഖാ ഥാ, ആ വാക്യവും ശരിയാണ്. നിമ്മിനെ നാനാ കോ കാർഡ് ദിഖായ, ആ വാക്യവും ശരിയാണ്.
മഹാത്മാവോം കി യാദ് ഹമേശ രഖി ജാതി ഹെ. ആ വാക്യം ശരിയാണ്. തെറ്റായ വാക്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക, വായിക്കുക. സഹി മിലാങ്കയ്ക്ക് വാക്യ ബനായി. അനുയോജ്യമായവ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മിർസ ഗാലിബ്, ദുനിയ ഹമീം, ഷേർമീ, ഹസാരോം സാൽ, कौन जीता है, दो दो लाइन्स होती हैं, उर्दू के शायर दे हमेशा याद रखें. मिर्ज़ा गालिब उर्दू के शायर थे. दुनिया हमें हमेशा याद रखें. शेर में दो दो लाइन्स होती हैं. हज़ारों साल कौन जीता है. ഒന്നുകൂടി കാണിക്കാം. മിർസ ഗാലിബ് ഉർദു के शायर थे. दुनिया हमें हमेशा याद रखे. शेर में दो दो लाइन्स होती हैं. हज़ारों साल कौन जीता है. बया हमारी चिड़िया റാണി. ബയ ഹമാരി ചിടിയ റാണി കവിതയാണ് മഹാദേവി വർമ്മ എഴുതിയത്. അതിലെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്, വരികൾ തന്നിട്ടുണ്ട്. ബയ ഹമാരി ചിടിയ റാണി, തിൻകെ ലാക്കർ മെഹൽ ബനാത്തി, ऊंची डालों पर लटकाती, खेतों से फिर दाना लाती, नदियों से भर लाती पानी. കവിതാംശ സേ തുകാന്ത് ശബ്ദ ചുൻകർ, ഇങ്ങനെ ചോദ്യം സാധാരണ വരാറുണ്ട്. അപ്പോൾ ഈ വരികളിൽ നിന്ന് ബനാത്തി, ലട്കാത്തി, ബനാത്തി, ലട്കാത്തി ഈ രണ്ട് വാക്കുകൾ എഴുതിയാൽ മതി. ഇനി കവിതാംശ ആശയം ലിഖേ, അങ്ങനെയും ചോദിക്കാറുണ്ട്. നോക്കാം. കവിതയുടെ ആശയം എഴുതേണ്ടത് ഇപ്രകാരമാണ്. महादेवी वर्मा हिंदी की प्रसिद्ध कवयित्री हैं. उनकी सुंदर कविता है बया हमारी चिड़िया रानी. बया हमारी चिड़िया रानी तिनके लाकर महल बनाती हैं. बया घोंसलों को ऊंचे डालों पर लटकाती हैं. वह खेतों से दाना लाती है. बया नदियों से पानी लाती है. अपना आवाज़ हर एक को अमूल्य है, चाहे वो झोंपड़ी हो महल. നന്നായി വായിക്കണം, വരാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ തന്നിട്ട് ഈ വരികളിൽ തന്നിട്ട് താഴെ ഒരാശയം തന്നിട്ട് ആ ആശയത്തിന് വരികൾ ഏതാണെന്ന് ചോദിച്ചേക്കാം. चिड़िया दूर न जाए, इसके लिए आंगन में दाना पानी भर देंगे. चिड़िया दूर न जाए, इसके लिए आंगन में दाना पानी भर देंगे. बच्चे बया बनकर उड़ जाए तो हम मादा चिड़िया के पास रहेंगे. അപ്പോൾ ഈ ആശയങ്ങൾ വരുന്ന വരികൾ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ പദ്യഭാഗം നന്നായി നിങ്ങൾ ആ പാഠഭാഗം നന്നായി വായിക്കണം. ഇവിടെ ഇത്രമാത്രം പറയുന്നുള്ളൂ. ഈ രണ്ട് ആശയങ്ങൾക്ക് അനുയോജ്യമായ വരികളാണ് ഇവ. ഒന്നാമത്തെ ആശയത്തിൻ്റെ വരികളാണിവ, രണ്ടാമത്തെ ആശയത്തിൻ്റെ വരികൾ ഇതാണ്. പലതവണ വായിക്കണം. ആ പാഠഭാഗം നോക്കുക. അർത്ഥം: പക്ഷി, चिड़िया, जल, पानी, पंख पर, टहनी, डाली. ഇനി ഇങ്ങനെ ചോദിച്ചാലോ, ഹർ പക്ഷി കാ അപ്പന രഹൻ സഹൻ. പക്ഷി എന്ന പദത്തിന് പക്ഷി എന്ന അർത്ഥം വരുന്ന സമാനാർത്ഥ പദം ചിടിയ. ഹർ ചിടിയ കാ അപ്പന രഹൻ സഹൻ. ജൽ, അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു, പാനി. പാനി, ഇവിടെ പാനി, പാനി ജീവൻ കാ ആധാർ ഹെ എന്നെഴുതണം. ഇവിടെ പങ്ക്, ഇവിടെ पर के बिना उड़ना असंभव है എന്നെഴുതണം. पेड़ की सबसे ऊंची टहनी पतली है. ഇവിടെ पेड़ की सबसे ऊंची डाली पतली है എന്ന് എഴുതണം.
നന്നായി വായിക്കുക. ബയാ ഹമാരി ചിടിയാ റാണി. വീണ്ടും ലൈൻസ് തന്നിട്ടുണ്ട്. ഈ ലൈൻസ് തന്നിട്ട് ചുവടെ ചോദ്യങ്ങൾ തന്നേക്കാം. ആ ചോദ്യങ്ങൾ അനുയോജ്യമായ ഉത്തരം ഈ വരികളിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതേണ്ടതാണ്. വരികൾ വായിച്ചിട്ട് എഴുതേണ്ടതാണ്. യഹാം ചിടിയാ റാണി കോൻ ഹെ? ബയാ തിൻകെ സെ ക്യാ കർത്തി ഹെ? ബയാ घोंसले को कहाँ लटकाती है? बया दाना कहाँ से लाती है? बया पानी कहाँ से लाती है? ഇതിൻ്റെയൊക്കെ ആ പദ്യം പലതവണ വായിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ഈസിയായി എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ആശയം ഒന്നുകൂടി നിങ്ങൾ വായിച്ചാൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പൂർണ്ണമായി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. महादेवी वर्मा हिंदी की प्रसिद्ध कवयित्री हैं. उनकी सुंदर कविता है बया हमारी चिड़िया रानी. ഇനി നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാൻ बया हमारी चिड़िया रानी तिनके लाकर महल बनाती है. बया घोंसलों को ऊंचे डालों पर लटकाती है. ഇവിടെ അതാ ബയ ഖേത്തോം സെ ദാന ലാത്തി ഹെ. ബയ നദിയോം സെ പാനി ലാത്തി ഹെ. പലതവണ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ എല്ലാവർക്കും സാധിക്കും. ചിത്രയ്ക്ക് ആധാർ पर वाक्यों को क्रमबद्ध करें. വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെയധികം ഊന്നൽ നൽകേണ്ട ഒരു ഭാഗമാണ്. ചിത്രങ്ങൾ തന്നിട്ട് അനുയോജ്യമായ ആ വാക്യങ്ങൾ എഴുതാൻ ചോദിച്ചേക്കാം. അവിടെ ഒരു അന്ധൻ എന്താണ്, നാൽക്കവലയിൽ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വഹിക്കാനൊക്കെ ഉണ്ട്. അതിനുശേഷം രണ്ട് കുട്ടികൾ അദ്ദേഹത്തിന്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അദ്ദേഹത്തെ സമീപത്ത് അരികിലെത്തുന്നു. പിന്നീട് ആ രണ്ട് കുട്ടികളും ആ രണ്ട് കുട്ടികളും അദ്ദേഹത്തെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നു. പിന്നീട് ആ റോഡ് മുറിച്ച് കടന്നതിന് ശേഷം ആ മനുഷ്യൻ, അന്ധനായ നല്ല വ്യക്തി എന്ത് ചെയ്യുന്നു, ആ നല്ല മക്കൾക്ക്, ആ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഷെയ്ഖിൻ്റെ അടുത്ത് ഹസ്തദാനം നൽകിക്കൊണ്ട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഏക് അന്ധാ വ്യക്തി സടക് പാർ കർനെ കെ ലിയെ ചൗരാഹോം പർ ഗഡാ ഹെ. ഡി ആണ് ഒന്നാമത്തെ ഉത്തരം. എന്താണ് രണ്ടാമത്തത്? കുछ അല്പസമയത്തിന് ശേഷം കുछ സമയ ബാദ് ഏക് ലഡ്കി और एक लड़का उनके पास आते हैं. ബി ആണ് 2. 3 वे बड़ी खुशी से അന്ധ വ്യക്തിക്ക് മദത് കർത്തേ ഹെ. അവർ വളരെ വലിയ സന്തോഷത്തോടെ എന്താണ് ആ നല്ല മനുഷ്യനെ, ആ അന്ധനായ ആ മനുഷ്യനെ സഹായിക്കുന്നു. ആ രണ്ട് മക്കൾ, ആൺകുട്ടിയും പെൺകുട്ടിയും. അവസാനത്തെ എന്താണ്? സടക് പാർ കർനെ കെ ബാദ്, റോഡ് മുറിച്ച് കടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ബച്ചോം കോ ഹസ്തദാൻ കർക്കെ അപ്നാ പ്യാർ പ്രകട് കർത്തേ ഹെ. അല്ലേ? അപ്പോൾ സി ആണ് അതിന് ശരിയായ ഉത്തരം, സി. അപ്പോൾ അത് നന്നായി വായിക്കണം. പിന്നെ ഇതിന് ഇസ്കേരി ഉചിത് ശീർഷകതയും, ഇതിന് ഉചിതമായ ശീർഷകം ചോദിക്കുന്നുണ്ട്, ഒരു ഹെഡിങ്. അപ്പോൾ അന്ധാ വ്യക്തി എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ നല്ല പേര് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒന്നുകൂടി കാണിക്കാം. പലതവണ വായിക്കുക, നന്നായി വരാൻ സാധ്യതയുണ്ട്. ജീവോം കോ ജീനേ ദോ, ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഹെഡിങ് തന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട പാരഗ്രാഫ് ചോദിച്ചാൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്. കവിതാ സാഹിബിന് മൻപസന്ത് പങ്ക്തിയാൻ ചുൻകർ ലിഖേ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പദ്യം വായിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൻപസന്ത് പങ്ക്തിയോ 1-2 ലൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാവുന്നതാണ്. ഇതാ ബയാ ഹമാരി ചിടിയാ റാണി, ഈ വരികളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ലൈൻസ് എഴുതാവുന്നതാണ്. ഏത് വരികളാണോ അത് ഇഷ്ടപ്പെട്ടത് എഴുതാവുന്നതാണ്. वाक्य पढ़ें, रेखांकित शब्दों पर ध्यान दें. अली परेशान होता है, जाहिरा उदास होती है. അത് നന്നായി വായിക്കുക. ഈ ഭാഗം വളരെയധികം ശ്രദ്ധിക്കണം, വളരെ നന്നായി വായിക്കണം എല്ലാവരും. ഇതിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ പാരഗ്രാഫ് തന്നിട്ട് ചുവടെ ചോദ്യങ്ങൾ തന്നിട്ട് അതിൻ്റെ ഉത്തരം ഇതിൽ നിന്ന് ഈ പാരഗ്രാഫിൽ നിന്ന് വായിച്ചിട്ട് കണ്ടെത്തി എഴുതാൻ ചോദിച്ചേക്കാം. നന്നായി വായിക്കുക എല്ലാവരും. ഒരു 3 ചോദ്യം ഇവിടെ തന്നിരിക്കുന്നു. ഗോകുൽ ഗായ് കിസ് മൗസം में दिखती हैं? ഗോകുൽ ഗായ് की विशेषताएं क्या क्या हैं? बच्चे गोकुल गाय को लेकर क्या करते थे?
ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. പേട്, ജാൻവർ, ചിടിയ. ഇങ്ങനെ പേട്, ജാൻവർ, ചിടിയ ഇങ്ങനെ തരംതിരിച്ച് എഴുതാൻ വന്നാൽ ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. പേട് ഒരു കോളത്തിൽ എഴുതുക, മൃഗങ്ങൾ ഒരു കോളത്തിലാക്കുക, ചിടിയ പ്രത്യേകം ഒരു കോളത്തിലാക്കി എഴുതുക. इमली का पेड़, पीपल का पेड़, नारियल का पेड़, आम का पेड़. जानवर शेर, हाथी, बंदर, हिरन. चिड़िया कौवा, बगुला, तोता, मोर. जन्नत के बच्चे फिल्मी लेग, विवेक मेहता. फिल्म का नाम चौदह. फिल्म का नाम क्या था? फिल्म के निर्देशक कौन थे? फिल्म समीक्षक कौन थे? फिल्म के पात्र कौन कौन हैं? इन्होंने ചോദ്യം വന്നേക്കാം. फिल्म का नाम जन्नत के बच्चे. फिल्म का नाम जन्नत के बच्चे. निर्देशक माजिद मजीदी. फिल्म का समीक्षक विवेक मेहता. पात्र अली और ज़ाहिറ. അങ്ങനെ നമ്മുടെ സ്കൂളിൽ സിനിമാ പ്രദർശനം അല്ല ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിം പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ചോദിച്ചാൽ എങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. സർക്കാരി യു പി സ്കൂൾ വടകര 18 दिसंबर 2024 11 बजे जन्नत के बच्चे ईरानी फिल्म का प्रदर्शन. ഇത് ഇറാനിയൻ ഫിലിമാണ്. सबका स्वागत हिंदी मंच. सरकारी यूपी स्कूल वडकरा 18 दिसंबर 2024 11 बजे जन्नत के बच्चे ईरानी फिल्म का प्रदर्शन. सबका स्वागत ഹിന്ദി മഞ്ച് ഹിന്ദി ക്ലബ്ബ്. അപ്പോൾ എപ്പോഴും സ്വാഗതം താഴെയാണ് എഴുതേണ്ടത്. അതുപോലെ ശീർഷകം സ്കൂളിൻ്റെ പേരുണ്ടെങ്കിൽ അത് മുകളിലാണ് എഴുതേണ്ടത്. അതുകൂടി ശ്രദ്ധിക്കണം. ലഡ്ക ഈ വാക്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ലഡ്ക ഹിന്ദി പഠിത്താ ഹെ, ലഡ്കി ഹിന്ദി പഠിത്തി ഹെ, ലഡ്കെ ഹിന്ദി പഠിത്തേ ഹെ, ലഡ്കിയാ ഹിന്ദി പഠിത്തി ഹെ. ജന്നത്ത് കെ ബച്ചെ ഫിലിം പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഉദ്ഘോഷണം ചോദിച്ചാൽ എഴുതേണ്ടത് प्यारे बच्चों ध्यान दीजिए, हमारे स्कूल में हिंदी क्लब के नेतृत्व में ईरानी निर्देशक माजिद मजीदी की फिल्म जन्नत के बच्चे का प्रदर्शन होने वाला है. 20 सितंबर को स्कूल के सभागृह में यह कार्यक्रम संपन्न होगा. सबका स्वागत है. നന്നായി വായിക്കണം. ഈ ഭാഗം നിങ്ങൾ പലതവണ വായിക്കുക. ക്രമത്തിൽ എഴുതാൻ ചോദിച്ചേക്കാം. അപ്പോൾ രണ്ടാം ടേം പരീക്ഷ ഹിന്ദി പരീക്ഷ എല്ലാവർക്കും വളരെ ഈസി പരീക്ഷയായിരിക്കും. എല്ലാവർക്കും ഉന്നത ഗ്രേഡ് ലഭിക്കട്ടെ, നല്ല ഗ്രേഡ് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്നായി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എല്ലാവരും നന്നായി വായിക്കണം, പലതവണ വായിക്കണം, നല്ല ഗ്രേഡ് ലഭിക്കും. സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.